ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ ലൈഫിലേക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. അത് വേറൊന്നുമല്ല, ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ബർത്ത്ഡേ കൊടിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കൊടുങ്ങല്ലൂർ പോയപ്പം ആ അമ്പലത്തിൽ നിന്ന് മേടിച്ച സാരിയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഒത്തിരി വലിയ സാരിയാണ്. അന്നേരം എൻ്റെ ഗിഫ്റ്റ് ഇതാണ്. കാരണം ഇത് മേടിച്ച് വെച്ചിട്ട് തന്നെ ഒരു 2-3 മാസത്തിൽ കൂടുതലായി. അന്നേരം അടിപൊളി റെഡ് കളറാണ്. അതിന് റെഡും ഗ്രീനും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. അപ്പം എന്താ പറയുക, എനിക്ക് ഒത്തിരി വിഷസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഫേസ്ബുക്കും ഒക്കെ ഓഫാക്കിയിട്ടിരുന്നു. ഇതൊരു 2-3 മാസമായിട്ട്. ഞാൻ ഇന്നാണത് ഓപ്പൺ ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി വിഷസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വരും. അപ്പം ആർക്കെല്ലാം മറുപടി കൊടുക്കണമല്ലോ. ഇതിൽ ചില ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിലുള്ള കുറേ ഫ്രണ്ട്സ് എൻ്റെ സിസ്റ്റർ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണ്, ഒരു വിവരവും ഇല്ലെന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു ഈ ഫേസ്ബുക്കൊക്കെ ഓണാക്കാം. അന്നേരം നമ്മളെ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളെ തിരക്കുന്നുണ്ടല്ലോ. അന്നേരം ഞാൻ ഇന്നത് വീണ്ടും അത് ഓപ്പണാക്കി. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഇന്നലെ മുതൽ വിഷസ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, ഞാൻ കാണാത്തതും കണ്ടതുമായ കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും പിന്നെ നമുക്ക് എൻ്റെ ചുറ്റിലുള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും എന്നെ വിഷസ് ചെയ്തതിന് എനിക്ക് ഒത്തിരി നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പി ഉണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഇന്നലെ മുതൽ. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ എനിക്ക് അന്നേരം മുതലുള്ള എല്ലാവരും എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കുറേ മെസ്സേജുകളും, അതുപോലെ ഹാപ്പി ബർത്ത്ഡേ അയച്ചുകൊണ്ട് ഇപ്പോഴും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അന്നേരം മെയ് 25 എന്നൊരു ദിവസം ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെ ഇരിക്കാനൊരു ആഗ്രഹിക്കുന്നൊരു ദിവസമാണ്. അപ്പം എല്ലാ ദിവസത്തെയും പോലെയും ഇന്നും എനിക്ക് അങ്ങനെ പോലെ തന്നെ വന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മുറിച്ചില്ല. കാരണം എല്ലാ വർഷവും ഞാൻ കേക്ക് മുറിക്കുന്ന 2 കേക്കെങ്കിലും മുറിക്കും. പക്ഷേ ഈ വർഷം ഞാൻ കേക്കൊന്നും മേടിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ മൂൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിച്ചിട്ട് തീരത്തില്ല, പിന്നെ അത് വേസ്റ്റാകും. അന്നേരം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം കേക്കൊന്നും വേണ്ട. അന്നേരം എല്ലാ വിശ്വാസം അറിയിച്ച എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും വലിയൊരു ബിഗ് താങ്ക്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. ബാക്കി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആവട്ടെ. ഇന്നത്തേക്കും ഹാപ്പി ആയിട്ടിരിക്കും, നല്ലോണം ഭക്ഷണം കഴിക്കും, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.